നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരല്പം സങ്കടമുള്ള വീഡിയോ ആണ്. കാരണം ഒരു അശ്രദ്ധ മൂലമുണ്ടായ ഒരു സങ്കടം. ഇപ്പോൾ ഞാൻ സോളാർ വെച്ചു, അതിന് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ സോളാർ വെച്ചിട്ടുള്ള ഫസ്റ്റ് ബില്ല്, സോളാർ മാത്രം ഉപയോഗിച്ചുള്ള ഫസ്റ്റ് ബില്ല് ഈ മാസം ബില്ല് വന്നു. സാധാരണ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കൊരു 200-300 മാക്സിമം 500 EV ഒക്കെ ഉള്ളതല്ലേ ഒക്കെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എൻ്റെ സോളാറിൻ്റെ ബില്ല് കണ്ട് ഞാൻ ആകെ അന്തം വിട്ടുപോയി. ഞാൻ ആ ബില്ലൊന്ന് കാണിക്കാം. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഞാൻ KSEBയുടെ കറണ്ട് ഉപയോഗിച്ച് പ്രവർത്തിച്ചതിൻ്റെ ബില്ലാണ് വന്നിട്ടുള്ളത് 4098 രൂപ. 4098. അതിൽ 3440 എനർജി ചാർജ്. പിന്നെ KSEBിൻ്റെ ഉടായ്പ കുറേ ഉണ്ടല്ലോ, ഡ്യൂട്ടി, ഫ്യൂവൽ സർചാർജ്, ഫിക്സ്ഡ് ചാർജ്, ഇതൊക്കെ പറഞ്ഞിട്ട് ഓരോരോ. പിന്നെ റൗണ്ടിലടക്കം, റൗണ്ടിൽ ഒരു മൈനസാണ് കടക്കം 4098 രൂപയാണ് കഴിഞ്ഞ ഒരു മാസത്തെ കറണ്ട് ബില്ല്, അതും സോളാർ വെച്ചതിന് ശേഷം. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അന്തം വിട്ടത് മനസ്സിലായല്ലോ. സോളാർ വെച്ചാൽ നമ്മുടെ പ്രതീക്ഷ എന്താ, ബില്ല് പറ്റ കുറയും. EVയും കൂടെ വന്നപ്പോൾ അതിൻ്റെ ചെറിയ ബില്ല് എന്തെങ്കിലും കൂടാ, ഒരു 500-600 ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഇത് അവിടെ നിന്നൊക്കെ വിട്ട് 4098 രൂപ. ഇതിന് കാരണം എന്താ വെച്ചാൽ, ഈ നമ്മുടെ സോളാർ അത് ചാർജ് കൊടുത്ത സമയത്ത് KSEBയുടെ ഉദ്യോഗസ്ഥൻ വന്നിട്ട് കൃത്യമായിട്ട് പറഞ്ഞു, മാഷേ സോളാർ വെച്ച് വിചാരിച്ച് കണ്ട് അമിതമായി കറണ്ട് ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് EVയും കൂടെ ഉള്ളതാണ്, നിങ്ങൾക്ക് കറണ്ട് ചിലപ്പോൾ 5 കിലോ വാട്ടാണ് വെച്ചിട്ടുള്ളത്, അതിൻ്റെ പ്രൊഡക്ഷൻ ചിലപ്പോൾ തികഞ്ഞോളന്നില്ല, നല്ല ചൂടുള്ള സമയമാണ്, അതുകൊണ്ട് പീക്ക് ടൈമൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനതിന് അത്ര ഗൗരവം കൊടുത്തില്ല. അത് നല്ല മുട്ടം പണി കിട്ടി. മൊത്തം 1015 യൂണിറ്റ് ഞാൻ ഈ ഒരു മാസം എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 1015 യൂണിറ്റ് കറണ്ട്. അതിൽ സോളാർ വെച്ചതോടെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ ഗ്യാസിൻ്റെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരു EC കുക്ക് വാങ്ങി. അപ്പം അതിൻ്റെ ഒരു കറണ്ട് ചിലവ് കുറച്ച് കൂടി. രണ്ടാമത് കഴിഞ്ഞ മാസം 4000 കിലോമീറ്ററിൻ്റെ വണ്ടി EV ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജിങ് മിക്കവാറൊക്കെ വീട്ടിൽ തന്നെയാണ്. അതിന് പുറമെ വെക്കേഷനാണ്, കുട്ടികളൊക്കെ വീട്ടിലുണ്ട്, നല്ല അറുമതിച്ച് AC ഇട്ട് അവരാണ് കളിച്ചു. 3 റൂമിലെ AC സ്ഥിരമായിട്ട് പീക്ക് ടൈം പോലും നോക്കാതെ 3 റൂമിലെ AC നിരന്തരമായി ഓടിയതിൻ്റെ ഫലമാണ് ഈ ബില്ല്. അപ്പോൾ അതുകൊണ്ട് പിന്നെ സോളാറിനെ കുറ്റം പറയാൻ വയ്യ. കാരണം മൊത്തം 720 യൂണിറ്റ് സോളാർ പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. 720 യൂണിറ്റ് ഒരു മാസം പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ 122 യൂണിറ്റ് പകൽ സമയത്ത് തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് 720. ബാക്കി 598 സർക്കാരിന് KSEB കൊടുത്തിട്ടുണ്ട്. ഈ 1015 ആ 598 കുറച്ച് ശേഷം 417 യൂണിറ്റിൻ്റെ പൈസയാണ് ഈ ബില്ല്. അതിൽ പീക്ക് ടൈം നല്ല യൂസ് ചെയ്തുകൊണ്ട് അതും കൂടെ കൂടി. അപ്പോൾ 1015 ബില്ലല്ല കേട്ടോ, അതാണെങ്കിൽ 10,000, 12,000, 13,000 ചിലപ്പോൾ എത്തും. ഇത് ആ 1015 പിന്നെ സോളാർ ഉൽപ്പാദിപ്പിച്ച 598 കഴിച്ച് ഉള്ള 417 യൂണിറ്റിൻ്റെ ബില്ലാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സോളാർ വെച്ചവരോടല്ല, സോളാർ വെക്കാൻ പോകുന്നവരോട് പറയാനുള്ളത്. വെച്ചവർ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും. വെക്കാൻ പോകുന്നവരോട് പറയാനുള്ളത്, സോളാർ വെച്ച് വിചാരിച്ചിട്ട് അമിതമായി കറണ്ട് യൂസ് ചെയ്യരുത്. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള പണി കിട്ടും. പിന്നെ പ്രത്യേകിച്ച് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ AC അമിതമായി യൂസ് ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല ബില്ല് വരുന്നുണ്ട്. പല വീഡിയോസ് ഞാൻ കണ്ടു. എങ്കിലും എൻ്റെ അനുഭവം, കാരണം കഴിഞ്ഞതിൽ ഞാൻ സോളാറിനൊക്കെ വളരെ പൊക്കിയടിച്ച് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇത് സോളാറിന് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ, സോളാറിന് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. സോളാർ നല്ല പ്രൊഡക്ഷനാണ്. ഒരു മാസം 30 ദിവസം കൊണ്ട് 722 യൂണിറ്റ് പറഞ്ഞാൽ മോശം എന്നല്ല, നല്ല പ്രൊഡക്ഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമല്ല, പ്രശ്നം ഞങ്ങളുടേതാണ്. അത് ചെയ്യാനുള്ള കാരണം സോളാറാണ്. ഇനി നോക്കുക, അടുത്ത മാസം എന്താണ് ബില്ല് നോക്കുക. വണ്ടിയുടെ ഓട്ടം അത് നമുക്ക് കുറക്കാൻ കഴിയില്ല. പിന്നെ ACയുടെ ഉപയോഗം, അമിതമായുള്ള ഉപയോഗം കുറക്കാൻ കഴിയും, അത്രയേ ഉള്ളൂ. അല്ല ഫുൾ ടൈം AC പിന്നെ പറ്റത് ഓഫാക്കിയിടല്ല. പകൽ സമയത്തൊക്കെ വേണമെങ്കിൽ AC ഒഴിവാക്കി നമുക്ക് പിന്നെ ലൈറ്റൊക്കെ ഇട്ട് ഫാനൊക്കെ ഇട്ട്
ജനൽ തുറന്നിരിക്കാൻ പറ്റുമല്ലോ. അതേപോലെ പീക്ക് ടൈം ഒന്ന് ശ്രദ്ധിക്കുക. ഇതാണ് എനിക്ക് പുതുതായി സോളാർ വെക്കാൻ ഉദ്ദേശിക്കുന്നതോട് പറയാനുള്ളത്. അമിതമായി യൂസ് ചെയ്യാൻ വിചാരിച്ച സോളാർ വെക്കരുത്. ആവശ്യത്തിന് എന്ത് ചെയ്യുക, നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ.